3 തവണ തുടർച്ചയായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെത്തിക്കാൻ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനം UDF-നെതിരെ പ്രചാരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് LDF-ഉം NDA-യും. വെയിറ്റിംഗ് ഷെഡുകളും ഹൈമാസ് ലൈറ്റുകളും മാത്രമാണ് സിറ്റിംഗ് എം പിയുടെ വികസന പ്രവർത്തനങ്ങളെന്ന് ഇരുമുന്നണികളും വിമർശിക്കുന്നു. അതേസമയം സാധാരണക്കാർക്കായി താൻ പാർലമെന്റിൽ ഉന്നയിച്ച വിഷയങ്ങൾ LDF-നും NDA-യ്ക്കുമുള്ള മറുപടിയാണെന്ന് ആന്റോ ആന്റണി MP വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ 4ാം തവണയും ഒരേ സ്ഥാനാർത്ഥി തന്നെ UDF-നായി മത്സരിക്കാൻ ഇറങ്ങുന്നത് വോട്ടർമാരിൽ മടുപ്പുളവാക്കുമെന്ന വിലയിരുത്തലാണ് LDF-ഉം NDA-യും. 2009-ൽ ആന്റോ ആന്റണി 4,08,232 വോട്ട് നേടി. 2014-ൽ ആന്റോ ആന്റണിക്ക് ലഭിച്ച വോട്ട് 3,50,842 കുറഞ്ഞു. 2019-ൽ പക്ഷേ ആന്റോ ആന്റണി 3,80,927 വോട്ട് നേടി. 3 തവണ പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചിട്ടും എടുത്തു പറയത്തക്ക വികസന പ്രവർത്തനങ്ങൾ എവിടെയെന്നാണ് LDF-ഉം NDA-യും ചോദിക്കുന്നത്. വെയിറ്റിംഗ് ഷെഡുകൾ മാത്രമാണ് സിറ്റിംഗ് MPയുടെ വികസന പ്രവർത്തനമെന്ന് PC ജോർജും വിമർശിച്ചു. ഇവിടെ ഒരു നിലവിലൊരു MP കാണാനില്ലെന്ന് എല്ലാവരും ഉണ്ട്. ഈ 2 മാസമായിട്ട് കുറെ വെയിറ്റിംഗ് ഷെഡ് പഠിക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഷെഡ് MP എന്നാ പറയുന്നത്. വെയിറ്റിംഗ് ഷെഡ് MP ആയിട്ട് നടക്കാം, മനുഷ്യനോട്ട് കിട്ടുകയില്ല. അയാളൊരു MP എന്നതിൽ ജോലി ചെയ്തിട്ടില്ല, ഈ നാടുമായിട്ട് കാണുന്നില്ല. അയാള് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ടൂർ നടക്കുക. അങ്ങനെ ടൂർ എടുക്കാനാണോ ഒരുത്തന്നെ MP ആക്കി വിടുന്നത്? LDF-നും NDA-യ്ക്കും മറുപടിയുമായി ആന്റോ ആന്റണി MPയും രംഗത്തെത്തി. ഇവിടുത്തെ ഈ നാടിനെ ബാധിക്കുന്ന, ജനജീവിതത്തെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും പാർലമെന്റിൽ അവതരിപ്പിച്ചു. അതോടൊപ്പം പാർലമെന്റിൽ കൊണ്ടുവന്ന പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ, അതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ അനിവാര്യമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ ബില്ലുകൾ കൊണ്ടുവന്നത്. ഇതെല്ലാം ഇതിന്റെ അകത്ത് പ്രതിപാദിക്കപ്പെടും. പത്തനംതിട്ടയിൽ ഇക്കുറി മത്സരം തീപാറുമെന്ന് ഉറപ്പായി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി 3 മുന്നണികളും വരും ദിവസങ്ങളിൽ കളം നിറയും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.